പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. നാം ഇവിടെ പഠിക്കുന്നത് കാനായിലെ കല്യാണത്തെക്കുറിച്ചാണ്. ഈ വിവാഹത്തിൽ പരിശുദ്ധ അമ്മ മറിയാം ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. വിരുന്നിലെ വീഞ്ഞു തീർന്നു പോയി. ഈ കാര്യം മറ്റെല്ലാവരും അവഗണിച്ചെങ്കിലും പരിശുദ്ധ അമ്മ മറിയാം അവഗണിച്ചില്ല. ഉടൻ തന്നെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. യേശു തൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവൾ അവനിൽ ഉറച്ചു വിശ്വസിച്ചു. അവൾ അവിടെയുള്ള ദാസന്മാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുകയും. അമ്മയുടെ ഈ ഉറച്ച വിശ്വാസവും മധ്യസ്ഥതയും കാരണം യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെയും ആവശ്യങ്ങളെയും ശ്രദ്ധിക്കണം. അവരെ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുകയും മധ്യസ്ഥത വഹിക്കുകയും വേണം. നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ സ്നേഹമുള്ളവരും പ്രാർത്ഥനയുള്ളവരും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ സഹായിക്കുവാൻ തയ്യാറുള്ളവരും ആകാം. പ്രിയമാതാവേ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കരുണയോടും പ്രാർത്ഥനയോടും കൂടി തിരിച്ചറിയുവാനും അവരെ സഹായിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.